പ്രിയദർശിനി ബസ്സുകളിൽ ടിക്കറ്റ് മാറി നൽകുന്നു എന്ന ആരോപണങ്ങൾ ഉയരുന്നുണ്ട്. 3 കണ്ടക്ടർമാരെ ഇത്തരത്തിൽ നടപടി അവർക്കെതിരെ സ്വീകരിച്ചിട്ടുമുണ്ട്. യഥാർത്ഥത്തിൽ ജീവനക്കാർ പറയുന്നത് ഈ യാത്ര, അതായത് പ്രിയദർശിനിയിലെ സൌജന്യ യാത്ര തുടങ്ങിയത് മുതൽ ആളുകൾ ഇരട്ടിയായിട്ടുണ്ട്, യാത്രക്കാർ ഇരട്ടിയായിട്ടുണ്ട്. ഒരു ബസ്സിൽ തന്നെ 55 സീറ്റുകളാണ് ഉള്ളതെങ്കിൽ അതിൽ 70 പേർക്ക് വരെ യാത്ര ചെയ്യാം. പക്ഷേ അതിൽ കൂടുതൽ 100-ലധികം പേരാണ് ഒരേ സമയം കെഎസ്ആർടിസി ബസ്സിൽ യാത്ര ചെയ്യുന്നത്. ഈ യാത്ര ചെയ്യുന്നതിനിടയിൽ ഇത്തരത്തിൽ ടിക്കറ്റുകൾ നൽകുമ്പോൾ അത് മാറിപ്പോകുന്നതും ഇതിന് കാരണമാകുന്നുണ്ട് എന്നുള്ളതാണ് ജീവനക്കാർ പറയുന്നത്. ഇത്തരത്തിൽ നമുക്കൊപ്പം ഇത് എങ്ങനെയാണ് ഈ ATM മെഷീൻ പ്രവർത്തിക്കുന്നത്, ഇത് മാറിപ്പോകാനുള്ള സാധ്യതകൾ എങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞു തരുന്നതിന് വേണ്ടി നെടുമങ്ങാട് റൂട്ടിലോടുന്ന ഒരു ബസ്സിന്റെ കണ്ടക്ടർ നമുക്കൊപ്പം ഉണ്ട്. ചേട്ടാ, ഈ എങ്ങനെയാണ് നമ്മൾ ഈ ഒരു ബസ്സിൽ നിന്ന് പ്രിയദർശിനി ടിക്കറ്റ് അടിക്കുന്നതും അതുപോലെ തന്നെ സാധാരണ പുരുഷന്മാർക്ക് നൽകുന്ന ടിക്കറ്റ് അടിക്കുന്നത്? നേരത്തെ ആയിരുന്നെങ്കിൽ മാനുവൽ അല്ലാതെ സാധാ ടിക്കറ്റും പിന്നെ ചൈൽഡ് ടിക്കറ്റുമായിരുന്നു, ഹാഫ് ടിക്കറ്റുമായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ നമ്മൾ ഫീമെയിൽ ടിക്കറ്റും മെയിൽ ടിക്കറ്റും വന്നിട്ടുണ്ട്. അത് നമ്മൾ ഇതിനകത്ത് ഓപ്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഇതിനകത്ത് പോവേണ്ട സ്ഥലം സെലക്ട് ചെയ്യുമ്പോൾ തന്നെ ഇതിനകത്ത് 2 ഓപ്ഷൻ ഉണ്ട്. മെയിൽ എന്നും പ്രിയദർശിനി ഫ്രീ ടിക്കറ്റ് എന്നും 2 ഓപ്ഷനാണ് വന്നിട്ടുള്ളത്. ഈ മെയിൽ ടിക്കറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ക്യാഷ് ഉള്ള ടിക്കറ്റാണ്, മെയിലിന് കൊടുക്കുന്ന ടിക്കറ്റാണ്. പിന്നെ പ്രിയദർശിനി ഫ്രീ ടിക്കറ്റ് എന്ന് പറഞ്ഞ PFT എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അത് രണ്ടാമതാണ്. അതിലാണ് ഫ്രീ ടിക്കറ്റ് നമുക്ക് ഇഷ്യൂ ചെയ്യേണ്ടത്. നമ്മൾ ആ ഫ്രീ ടിക്കറ്റ് കൊടുക്കണമെങ്കിൽ താഴത്തെ ഓപ്ഷനിൽ എത്ര എണ്ണം എന്നുള്ളത് കൊടുക്കണം. അത് മാക്സിമം ഗ്രൂപ്പ് ടിക്കറ്റ് വരുന്നത് 5 എണ്ണം വരെയാണ് ഗ്രൂപ്പ് ടിക്കറ്റ് വരുന്നത്. അപ്പോൾ അത് നമ്മൾ കൊടുക്കുമ്പോൾ അത് നമുക്ക് തെറ്റാനുള്ള സാധ്യത എന്ന് പറഞ്ഞാൽ ഇത് 2 ഓപ്ഷൻ മുകളിലും താഴെയുമായിട്ടാണ് 2 ഓപ്ഷൻ കിടക്കുന്നത്. മുകളിൽ ഭാഗത്ത് മെയിൽ ടിക്കറ്റും താഴെ പ്രിയദർശിനി ഫ്രീ ടിക്കറ്റും എന്ന് പറയുന്ന ഓപ്ഷനാണ്. നമ്മളിത് പ്രസ് ചെയ്യുന്ന സമയത്ത് ഈ 2 ടിക്കറ്റും യാത്രക്കാർ മാറി മാറി കയറുന്ന സമയത്ത്, പുരുഷന്മാരും സ്ത്രീകളും മാറി മാറി കയറുന്ന സമയത്ത് തിരക്ക് കൂടുതലാകുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഈ ഓപ്ഷൻ മുകളിലും താഴെയുമുള്ള ഓപ്ഷനിൽ ചിലപ്പോൾ പ്രസ് ചെയ്യുമ്പോൾ മാറിപ്പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ മാറിപ്പോവുകയാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ പുരുഷന്മാർക്ക് കൊടുക്കുമ്പോൾ 0 ടിക്കറ്റ് വരാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മളത് മാറ്റിയിട്ട് ക്യാഷ് ടിക്കറ്റ് കൊടുക്കണം. അത് കഴിഞ്ഞ് ഈ ഫ്രീ ടിക്കറ്റ് വരുന്നതിന് നമുക്ക് സ്ത്രീകൾക്ക് തന്നെ ഇഷ്യൂ ചെയ്യണം. ഒരിക്കലും ഇതിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞാണ്, അതായത് ടിക്കറ്റ് പ്രിന്റ് വന്നു, പുറത്തേക്ക് വന്നു, പിന്നെ അതെന്തെങ്കിലും ചെയ്യാൻ കഴിയും? ഇപ്പൊ ഒരു പുരുഷന് പ്രിയദർശിനി ടിക്കറ്റ് കൊടുത്തു കഴിഞ്ഞു, അതിനുശേഷം എന്തെങ്കിലും ചെയ്യാൻ കഴിയും? അല്ല, ഈ ടിക്കറ്റ് പ്രിന്റ് വരുമ്പോൾ നമ്മൾ സ്വാഭാവികമായും കണ്ടക്ടർമാർ നോക്കണം അതിൽ എമൗണ്ട് പ്രിന്റ് ചെയ്തിട്ടുണ്ടോ, അത് 0 ടിക്കറ്റ് ആണോ എന്ന് നോക്കണം പുരുഷന്മാർക്ക് കൊടുക്കുമ്പോൾ. അപ്പോൾ 0 ടിക്കറ്റ് ആണ് നമുക്ക് പ്രിന്റ് വന്നിട്ടുള്ളതെങ്കിൽ അത് പുരുഷന്മാർക്ക് കൊടുക്കാതിരിക്കുക. പുരുഷന്മാർക്ക് രണ്ടാമതായിട്ട് അവരുടെ എമൗണ്ട് ഉള്ള ടിക്കറ്റ് തന്നെ രണ്ടാമത് കൊടുക്കണം. ഈ പ്രിയദർശിനി 0 ടിക്കറ്റിനെ നമുക്ക് ഏതെങ്കിലും സ്ത്രീകൾ കയറുമ്പോൾ കൊടുക്കുക എന്നുള്ളതാണ് മാർഗം. ഇപ്പോ എപ്പോഴും ഇത് സാധ്യമാവണമെന്നില്ലല്ലോ. ഇപ്പോ യാത്ര സൌജന്യമാക്കിയതുകൊണ്ട് തന്നെ യാത്രക്കാർ ഇരട്ടിയാണ്, അതിവേഗം ടിക്കറ്റുകൾ കൊടുക്കേണ്ടതുണ്ട്. അപ്പൊ ഇതെങ്ങനെ ഇത് പ്രായോഗികമാകാറുണ്ടോ ഇത്തരത്തിൽ? ഇതിനകത്ത് പറയുന്നത് നമ്മൾ കൃത്യമായി അവര് യാത്രക്കാർ ആരായാലും ഫീമെയിൽ ആയാലും മെയിൽ ആയാലും കയറുന്ന സ്ഥലവും ഇറങ്ങുന്ന സ്ഥലവും കൃത്യമായി മാർക്ക് ചെയ്ത് നമ്മൾ ടിക്കറ്റ് കൊടുക്കണം എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അത് ഇറങ്ങുന്ന സ്ഥലം കൃത്യമായി ചോദിച്ചുകൊണ്ട് ആ സ്ഥലത്തേക്ക് തന്നെ ടിക്കറ്റ് കൊടുക്കണം എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ തന്നെയാണ് കൊടുക്കുന്നത്. ഈ തിരക്ക് കൂടുമ്പോൾ നമ്മൾ ഈ ഓപ്ഷൻ അടുത്തടുത്തായതുകൊണ്ട് മുകളിലും താഴെയുമായിട്ടാണ് ഈ ഓപ്ഷൻ വരുന്നത് കൊണ്ട് ചിലപ്പോൾ നമുക്ക് കൈതട്ടി മാറിപ്പോകാനുള്ള സാധ്യതയുണ്ട്. എന്നിരുന്നാൽ തന്നെയും നമുക്ക് ശ്രദ്ധിച്ച് പുരുഷന്മാരാണെങ്കിൽ പ്രിന്റ് വന്നതിന് ശേഷം നമുക്കത് വെരിഫൈ ചെയ്യാം, നോക്കിയതിന് ശേഷം 0 ടിക്കറ്റ് ആണെങ്കിൽ അത് കൊടുക്കാതിരിക്കുക. രണ്ടാമത് ഒന്നുകൂടി എമൗണ്ട് വരുന്ന ടിക്കറ്റ് കൊടുത്ത് പൈസ വാങ്ങുക എന്നുള്ളതാണ് ഇതിനകത്തുള്ള മാർഗമുള്ളത്. എന്തായാലും മനഃപൂർവ്വമായിട്ട് അടിച്ചാൽ പോലും ഏറെ ഭാഗവും വരുന്നത് ഇങ്ങനെ തെറ്റുന്നതാണ് ഏറ്റവും കൂടുതലെന്നാണ്. തെറ്റുന്നതാണ് കൂടുതലും. മനഃപൂർവ്വമായിട്ട് അങ്ങനെ ചെയ്യാൻ സാധ്യത കുറവാണ്, അങ്ങനെ ചെയ്യാൻ സാധ്യതയില്ല. ഇത് തെറ്റിപ്പോകുന്നതാണ്. ഓപ്ഷൻ മുകളിലും താഴെ ആയതുകൊണ്ട് ചിലപ്പോൾ നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ മാറിപ്പോകുന്നതാണ്. എന്തായാലും ഈ പ്രിയദർശിനി പദ്ധതിക്ക് മുൻപ് തന്നെ ATM മെഷീനുകളിൽ സോഫ്റ്റ്വെയർ അടക്കം അത് മാറ്റിയിരുന്നു. അതിന് പിന്നാലെ ഈ ജീവനക്കാർക്ക് ക്ലാസ് നൽകിയിരുന്നു. പക്ഷേ ഇത്തരത്തിൽ യാത്രക്കാർ കൂടുതലാകുമ്പോൾ ഈ വേഗത്തിൽ ടിക്കറ്റ് അടിക്കുമ്പോൾ കയ്യബദ്ധം മൂലം ഇത്തരത്തിലുള്ള തെറ്റുകൾ സംഭവിക്കാം എന്നുള്ളതാണ്. അതിനെ മുഴുവൻ ജീവനക്കാരെയും കുറ്റപ്പെടുത്തരുത് എന്നുള്ളതാണ് കെഎസ്ആർടിസിയിലെ ജീവനക്കാർക്ക് പറയാനുള്ളത്. വീഡിയോ ജേർണലിസ്റ്റ് റീജു നാഗപ്പനൊപ്പം റിപ്പോർട്ടർ ആഷൻ ഡിയേഗോ, റിപ്പോർട്ടർ തിരുവനന്തപുരം.